കൊല്ലങ്കോട് വടവന്നൂർ ഊട്ടറപ്പാലത്തിന്റെ നിർമ്മാണോദ്ഘാടനം പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് നിർവഹിച്ചു. ഊട്ടറയിൽ നടന്ന ചടങ്ങിൽ നിരവധി പ്രദേശവാസികൾ പങ്കെടുത്തു. സംസ്ഥാനത്ത് സർക്കാർ പ്രതീക്ഷിച്ചതിലും കൂടുതൽ പാലങ്ങൾ നിർമ്മിക്കാൻ കഴിഞ്ഞെന്ന് മന്ത്രി പറഞ്ഞു. ഇന്ത്യയിലെ 10 സുന്ദര ഗ്രാമങ്ങളിലൊന്നായ കൊല്ലങ്കോടിന്റെ യാത്രാസൗകര്യമാണ് യാഥാർത്ഥ്യമാകാൻ പോകുന്നതെന്ന് മന്ത്രി പറഞ്ഞു. ഇവിടേക്ക് ടൂറിസ്റ്റുകളുടെ ഒഴുക്കാണിപ്പോൾ. ഇതിന് ഊട്ടറ പുതിയ പാലം സഹായിക്കുമെന്നും മന്ത്രി പറഞ്ഞു. കൊല്ലങ്കോടിന്റെ ടൂറിസം സാധ്യത ഉപയോഗപ്പെടുത്താൻ ടൂറിസം വകുപ്പ് സഹായിക്കുമെന്നും മന്ത്രി പറഞ്ഞു. നെന്മാറ നിയോജക മണ്ഡലത്തിന് വികസനത്തിന് വലിയ പ്രാധാന്യം നൽകിയ സർക്കാരാണ് LDF സർക്കാർ. പാലങ്ങളുടെയും റോഡുകളുടെയും എല്ലാം നിർമ്മാണം ഏറ്റവും മികച്ച നിലയിൽ ഇവിടെ സാധ്യമാക്കിയിട്ടുണ്ട്. കേരളത്തിലെ പശ്ചാത്തല വികസന മേഖല എടുത്ത് പരിശോധിച്ചാൽ ആ പാലങ്ങളെക്കുറിച്ച് മാത്രം പറഞ്ഞ് ഞാൻ എൻ്റെ സംസാരം അവസാനിപ്പിക്കും. ഇന്ന് ഞാൻ വരുന്നത് മലമ്പുഴ നിയോജക മണ്ഡലത്തിലെ ഒരു പാലം പ്രവൃത്തി പൂർത്തീകരിച്ച ഉദ്ഘാടന പരിപാടി പങ്കെടുത്തു. 2016 നമ്മൾ ഈ അടുത്ത കാലത്ത് വിട്ടുപിരിഞ്ഞ കേരളത്തിൻ്റെ മുൻ മുഖ്യമന്ത്രി VS സ്ഥാനാർത്ഥിയായി തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് ആ പുഴയിലൂടെ സഞ്ചരിക്കുമ്പോൾ കാർ അവിടെ കുടുങ്ങിപ്പോകുന്ന സ്ഥിതിയുണ്ടായി. പിന്നീട് 2016 LDF സർക്കാർ വന്നപ്പോഴാണ് VS തന്നെ മുൻകൈ എടുത്തുകൊണ്ട് കിഫ്ബി പദ്ധതിയിൽ ഉൾപ്പെടുത്തിയ പാലം യാഥാർത്ഥ്യമാക്കാൻ ഇടപെട്ടു. ഇന്ന് അതിൻ്റെ ഉദ്ഘാടനം കഴിഞ്ഞു വരികയാണ്. 2021 മെയ് 20 ഈ സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ കേരളത്തിൽ 5 വർഷം കൊണ്ട് 100 പാലങ്ങൾ യാഥാർത്ഥ്യമാക്കണമെന്ന് ലക്ഷ്യം വെച്ചുകൊണ്ടാണ് സർക്കാർ മുന്നോട്ട് പോയിട്ടുള്ളത്. കെ ബാബു MLA അധ്യക്ഷത വഹിച്ചു. വൈദ്യുതി വകുപ്പ് മന്ത്രി കെ കൃഷ്ണൻകുട്ടി മുഖ്യാതിഥിയായി. സംസ്ഥാന സർക്കാർ കിഫ്ബി ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിക്കുന്ന പാലമാണിത്. റോഡ്സ് ആൻഡ് ബ്രിഡ്ജസ് കോർപ്പറേഷനാണ് നിർമ്മാണ ചുമതല. കോർപ്പറേഷൻ ജനറൽ മാനേജർ M. അൻസാർ, വിവിധ പഞ്ചായത്ത് പ്രസിഡന്റുമാരായ കെ. സത്യപാൽ, കെ. മണികണ്ഠൻ, സക്കീർ ഹുസൈൻ, ജാസ്മിൻ ഷെയ്ഖ്, ജില്ലാ പഞ്ചായത്ത് അംഗം ശാലിനി കർപ്പേഷ്, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സത്യഭാമ, രാധാ പഴനിമല, MV ട്രിവേൽ, വിവിധ കക്ഷി നേതാക്കൾ എന്നിവർ പങ്കെടുത്തു. റോഡ്സ് ആൻഡ് ബ്രിഡ്ജസ് കോർപ്പറേഷൻ മാനേജിംഗ് ഡയറക്ടർ M. സുഹാസ് സ്വാഗതവും ഡെപ്യൂട്ടി ജനറൽ മാനേജർ KN രാജേഷ് നന്ദിയും പറഞ്ഞു. UTV ന്യൂസ്, പാലക്കാട്.